ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ 26ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ സുവിശേഷത്തിലെയും മറ്റു വചനഭാഗങ്ങളിലെയും പ്രതിപാദ്യം പരിഗണനയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രപഞ്ച ജീവിതത്തിൽ പരസ്പരം നമ്മൾ പരിഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി മാറണം. അത് അവഗണന എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മാരകപാപമായി തന്നെ നമ്മൾ കാണണം. പക്ഷപാതവും അവഗണനയും. ഉള്ളവൻ ഉള്ളതിനനുസരിച്ച് നന്നായിട്ട് ജീവിക്കുന്നു, ഇല്ലാത്തവൻ്റെ പരിതാപാവസ്ഥയിൽ ജീവിക്കുന്നു. ഇത് അനുവദനീയമല്ല എന്ന് ഈശോ പറയുന്നതാണ് ഇന്നിൻ്റെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 16 മുതലൂടെ നമുക്ക് ശ്രവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്താണത്? ലാസർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവനും ധനവാനും കഥ പറയുന്ന ഈശോ, ധനവാൻ അവൻ്റെ ജീവിതകാലത്ത് മുഴുവനും ആസ്വദിച്ചുല്ലസിച്ച് കഴിഞ്ഞു. പക്ഷേ ലാസർ, കർത്താവ് തുണയായിട്ടുള്ളവൻ, അവൻ ധനവാന്റെ ഭവനത്തിലുണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ഭക്ഷിച്ച് ഉച്ഛിഷ്ടം വരുന്ന ഭക്ഷണപദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങൾ അവൻ ഭക്ഷിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചു. ഒരു പുണ്യപ്രവൃത്തി പോലെ നായ്ക്കളെ കൊണ്ടുവന്ന് അവിടെ ഈശോ നിർത്തുന്നുണ്ട്. നായ്ക്കൾ ആ ലാസറിൻ്റെ വ്രണങ്ങൾ നക്കിത്തുടച്ചു കൊണ്ടിരുന്നുവെന്ന്. എന്നാൽ സ്വാഭാവികന നായ്ക്കൾ ചെയ്യുന്ന പ്രവൃത്തി പോലും അവ ചെയ്യാതിരുന്നിട്ടുണ്ടാവില്ല. ആ ലാസറിൻ്റെ, പാവപ്പെട്ടവൻ്റെ, വ്രണം ബാധിച്ചു കിടന്നിരുന്നവൻ്റെ അപ്പക്കഷണം പോലും തട്ടിയെടുത്തുകൊണ്ടായിരിക്കും നായ്ക്കൾ ജീവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ പുണ്യപ്രവൃത്തി പോലെ വ്രണങ്ങൾ നക്കിത്തുടച്ചിരുന്ന നായ്ക്കൾ പക്ഷേ ആ ലാസറിൻ്റെ അപ്പക്കഷണങ്ങൾ പോലും തട്ടിയെടുത്തു. പക്ഷേ മറിച്ച് സംഭവിക്കുകയാണ്. ധനവാൻ മരിച്ചടക്കപ്പെട്ടപ്പോൾ അവൻ നരകത്തിലേക്കും പാതാളക്കുഴിയിലേക്കും, ലാസർ സ്വർഗത്തിൽ അബ്രഹാമിൻ്റെ മടിത്തട്ടിലേക്കും. ഒരു കേണപേക്ഷ അവിടെ നടക്കുകയാണ്. പക്ഷെ അബ്രഹാം പറയുന്നവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ട്. പാപത്തിൽ നിന്ന് പിന്തിരിയാൻ അവർ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം. പ്രിയമുള്ളവർ, ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പക്ഷപാതം കാണിക്കാതെ, അവഗണന ഇല്ലാതെ സാഹോദര്യ സ്നേഹത്തോടെ ജീവിക്കുന്ന നമുക്ക് ശ്രദ്ധയുള്ളവരായി മാറാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.